ഒരു മാസം കൊണ്ട് ഞാൻ പൂർണ്ണാവസ്ഥയിലെത്തുകയും നടക്കാനുള്ള പ്രയാസങ്ങൾ മാറുകയും നല്ല ഉന്മേഷമൊക്കെ വരികയും ജോലി ചെയ്യാൻ താല്പര്യം വർദ്ധിക്കുകയും മടിയും അലസതയൊക്കെ മാറി വീണ്ടും കർമ്മരംഗത്ത് സജീവമാകാൻ സാധിച്ചത് MMCയിലെ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ടും ഇവിടുത്തെ സേവനം കൊണ്ടുമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമസ്കാരം. എൻ്റെ പേര് വിനോദൻ ചുങ്കക്കാരൻ. ഞാൻ പാനൂർ സ്വദേശിയാണ്. 10-16 വർഷം ബാംഗ്ലൂരിലായിരുന്നു ജോലി. മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. കോവിഡിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ അസ്വസ്ഥത സൃഷ്ടിച്ചു. അത് കാര്യമായി എടുത്തിരുന്നില്ല. കോവിഡിന്റെ അനന്തരഫലമെന്ന രീതിയിൽ മുന്നോട്ട് പോയി. ഇതിനിടയിൽ 2 വർഷമായിട്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ശാരീരികമായി ഭയങ്കര അസ്വസ്ഥതകളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ആശുപത്രി മുതൽ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വരെ ചികിത്സ തേടി. പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും എൻ്റെ കാലിന് വേദനയായിരുന്നു പ്രധാനപ്പെട്ടത്. അത് വെരിക്കോസ് വെയിനിന്റെ അസുഖമാണെന്നും എത്രയും പെട്ടെന്ന് ലേസർ ചികിത്സയോ അല്ലെങ്കിൽ സർജറിയോ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ലേസറും സർജറിയും ഒക്കെ ചെയ്തിട്ട് ഫലപ്രാപ്തിയില്ലാതെ കാരണം ഇനിയെന്ത് ചെയ്യുമെന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് മലബാർ MMCയെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മലബാർ MMCയിൽ വരികയും ഇവിടുത്തെ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അഖിലിനെ കാണുകയും അദ്ദേഹം ആദ്യം എൻ്റെ മൊത്തം ഒരു രക്തപരിശോധന നടത്തി അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഒരാഴ്ച ഇവിടെ MMCയിൽ അഡ്മിറ്റായിട്ട് മറ്റ് കാര്യങ്ങളെപ്പറ്റി നോക്കാമെന്ന് പറഞ്ഞു. ആ ഒരാഴ്ച നീണ്ടുനിന്ന ചികിത്സയും പരിശോധനയും ഫലമായി ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. വെരിക്കോസ് വെയിൻ ഇല്ല. വെയിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഡയബറ്റീസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സർജറിന്റെ ആവശ്യമൊന്നുമില്ല. ജീവിതശൈലി രോഗമായിട്ട് വന്നതാണെന്ന് വന്നതെങ്കിലും ജീവിതശൈലിയിൽ ഞാൻ കോവിഡ് വരുന്നത് മുന്നേ വരെ വളരെ കൃത്യമായിട്ട് ആഴ്ചക്ക് ബ്ലഡും കാര്യമൊക്കെ ടെസ്റ്റ് ചെയ്ത ആളാണ്. എനിക്കങ്ങനെ ഷുഗറിന്റെ പ്രശ്നമോ പ്രഷറിന്റെ പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് വ്യായാമം ചെയ്തിരുന്നു, ഭക്ഷണ ക്രമീകരണം ചെയ്തിരുന്നു. ആകെയിൽ 12-13 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ കോവിഡിന് വന്നതിന് ശേഷം ആണ് ഡയബറ്റീസ് പിടിപെട്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ജീവിതശൈലി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ക്രൂരമായിട്ട് തന്നെ അത് ആക്രമിച്ചു. അപ്പം ഈ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിനും കൃത്യമായ വ്യായാമവും ഭക്ഷണവും എല്ലാം അനുസരിച്ചതിന്റെ ഫലമായി ഒരു മാസം കൊണ്ട് ഞാൻ പൂർണ്ണാവസ്ഥയിലെത്തുകയും നടക്കാനുള്ള പ്രയാസങ്ങൾ മാറുകയും നല്ല ഉന്മേഷമൊക്കെ വരികയും ജോലി ചെയ്യാൻ താല്പര്യം വർദ്ധിക്കുകയും മടിയും അലസതയൊക്കെ മാറി വീണ്ടും കർമ്മരംഗത്ത് സജീവമാകാൻ സാധിച്ചത് MMCയിലെ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ടും ഇവിടുത്തെ സേവനം കൊണ്ടുമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഡയബറ്റീസും മറ്റു പ്രശ്നങ്ങളുമായിട്ട് വളരെ രീതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പു തരുന്നു, ഇവിടുത്തെ ചികിത്സ പ്രകാരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസിൽ നിന്ന് മോചനം MMCയുടെ ചികിത്സ കൊണ്ട് കിട്ടുമെന്നുള്ള ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. അതേപോലെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ശേഷം ഒരു വീടിന്റെ അന്തരീക്ഷമാണ് എനിക്ക് ലഭിച്ചത്. ഡോക്ടർ അഖിലിന്റെ സന്ദർശനവേളയിലുള്ള സാന്ത്വനവും അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നഴ്സുമാര്, മറ്റ് സ്റ്റാഫുകൾ, ഇടയ്ക്ക് വരുന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ എല്ലാവരിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രതികരണം ലഭിച്ചു. ഒരു രോഗിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വേണ്ടുന്നത് മരുന്നോടൊപ്പം തന്നെ ആളുകളുടെ പെരുമാറ്റവും സാന്ത്വനവുമാണ്. അത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടി. വളരെ സന്തോഷം, വളരെ നന്ദിയുണ്ട് ഡോക്ടർ അഖിലിന്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും, മലബാർ മെഡിക്കൽ കോളേജിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. എപ്പോഴും ആ നന്ദി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കും.